ഇന്നലെയാണ് കൊല്ലം കുട്ടിയത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടത്. സംഭവത്തിന് പിന്നാലെ വാടക കുടിശ്ശിക 24 നൽകുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉറപ്പ് നൽകിയിരുന്നു. ആ കുടുംബത്തിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. നേരിയ ആശ്വാസം അവർക്കുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. നമ്മോടൊപ്പം ആ വീട്ടമ്മ ചേരുന്നുണ്ട്. ഷെമി എന്നാണ് അവരുടെ പേര്. അവരുടെ ചില സ്വകാര്യതകൾ മാനിച്ച് നമ്മൾ അവരുടെ മുഖം ഇപ്പോൾ നൽകുന്നില്ല. എന്താ ഇന്നലെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ചീഫ് എഡിറ്റർ തന്നെ പറഞ്ഞിരുന്നു മുഴുവൻ നൽകുമെന്ന്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം തോന്നുന്നു. എടുത്ത് പറയാറിഞ്ഞൂടെ. ഈ 24 ശ്രീകണ്ഠ സാറിനോട് ഒരുപാട് നന്ദി പറയാം. ഞാൻ എന്താ നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ വരുമാന മാർഗമൊക്കെ എന്താണ്? എങ്ങനെ ജീവിക്കുന്നത്? ആരുമില്ല, ഭർത്താവില്ല, 2 സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും മാത്രമാണ്. ഇവർ ഹാഷ്മി നമ്മൾ പറയേണ്ടത് 2 സ്ത്രീകൾ മാത്രമാണ് ഉള്ളത് മുതിർന്നവരായിട്ട്. പിന്നെ മക്കളാണ്, 5 മക്കളാണ് ഉള്ളത്. 2 പേരും ഭർത്താക്കന്മാരില്ല, അവരൊറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചിൽഡ്രൻ 3 പേര്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവനുണ്ട്. ഉണ്ടായോണ്ട് ഞങ്ങൾ ആണുങ്ങൾ ഉണ്ടെന്നും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വീട് തന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് കിട്ടത്തില്ലായിരുന്നു. അന്നേരം ഇവിടെ അയൽക്കാർ അറിയുന്നത് ആണുങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതാ. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം ആണുങ്ങൾ കൂടെ ഉണ്ടെന്ന്. അന്നേരം ഈ അയൽക്കാരെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആണുങ്ങളില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇവര് താമസിക്കുന്നത്? എന്താ പൂട്ടാൻ ഉള്ള കാരണം? 4 മാസത്തെ വാടകയാണ് മുടങ്ങിയത്. 4 മാസത്തെ ഈ നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരുന്ന ഏത് ഈ വാടകയൊക്കെ മുടങ്ങാൻ കൊടുത്തോണ്ടിരുന്ന ഏത് സിംലയിലൊക്കെ പോകുമായിരുന്നു. കൊല്ലത്ത് സാംസങ് ഓഫീസിൽ പൊയ്ക്കൊണ്ടിരുന്നത്, ഞാനും അനിയത്തിയും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, നമുക്കിത് പറയാൻ പറ്റാത്തൊരു അങ്ങനെയൊക്കെ ഇത് വന്നപ്പോഴത്തേക്ക് പോകാൻ പറ്റാതെ വന്നു. പിന്നെ ഞാൻ വീട്ടിൽ ഇരുന്ന് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കും, 10 രൂപ പാക്കറ്റ് മിക്സറൊക്കെ നിറച്ച് കൊടുക്കും. അതൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ അത് കിട്ടുന്ന അന്നിങ്ങനെ അപ്പോഴും ഞങ്ങളെ മക്കളെ ചിലവുകൾ കഴിയും. പിന്നെ മെനഞ്ഞാന്ന് മോള് സ്കൂളിൽ പോയപ്പോഴത്തേക്കൊന്നും കഴിക്കാതെ പോയത്. അവിടെ സ്കൂളിൽ ചെന്ന് തലയിറങ്ങി വീണപ്പോഴത്തെ മെയിൻ ടീച്ചർ ഷീബ മിസ് ടീച്ചറിന് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മോളെയും വിളിച്ച് താഴെ കൊണ്ടുപോയിട്ട് സാറിനെ വിട്ട് മുട്ട പപ്സൊക്കെ മേടിച്ചു കൊടുത്ത് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. അന്നേരം ടീച്ചർമാർക്ക് അറിയാം, എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ടീച്ചർ ചോദിച്ചു, മോളെ നീ ഒന്നും കഴിച്ചില്ലെന്ന് ചോദിച്ചാൽ ആ സ്കൂളിൽ തിരക്കിയാലും അറിയാൻ പറ്റും മോളെ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കൾ ഭക്ഷണം കഴിച്ചു. നിങ്ങൾ കൊച്ചിയിലേക്ക് യൂസഫലിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് മക്കൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല? സാറ് ഞങ്ങൾ മെനഞ്ഞാന്ന് എന്ന് വെച്ചാൽ ഈ മാസം 14-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ മാസം 14-ാം തീയതി താക്കോല് കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീട്ടു സാധനം പറക്കി വെളിയിലോട്ട് ഇട്ടിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ മാറിത്തരണം എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് 14-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ അകത്ത് പേടിച്ചെല്ലരൂടെ അകത്തിരുന്ന് പേടിച്ചിരുന്നപ്പോഴത്തേക്ക് 14-ാം തീയതി ഒരു 10 മണിയായപ്പോഴത്തേക്ക് അജികാക്ക വന്നിട്ട് ഈ വീട്ടിലെ ഓണർ വന്നിട്ട് ഗേറ്റ് ഭാഗത്ത് എന്നിട്ട് പറഞ്ഞ് താക്കോല് തരാൻ പറഞ്ഞു. അന്നേരം അനിയത്തി ഞാൻ ഫ്രണ്ടിലോട്ട് പോയില്ല സാറേ, കാരണം എനിക്ക് അത്ര പേടിയായതുകൊണ്ട് എൻ്റെ അനിയത്തി ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് ഇത്ത വിടില്ല, കാരണം ഞങ്ങൾ ഒരാഴ്ചത്തെ അവധിയും കൂടെ താക്ക എങ്ങനെയും ഞങ്ങൾ ഒന്നീ വാടക എങ്ങനെയും ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട് കിട്ടുന്നവരെ എന്തെങ്കിലും 1-1.5 ആഴ്ച തരാൻ പറഞ്ഞു. അന്നേരം ആ കാക്ക പറഞ്ഞില്ല, പറ്റത്തില്ല, ഞാൻ വൈകിട്ട് വന്നിട്ട് സാധനം വലിച്ചിറക്കും, എനിക്ക് ഗേറ്റ് താക്കോല് കിട്ടണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളൊന്നും അനിയത്തി ഇങ്ങ് അകത്ത് കയറി. അന്നേരം അനിയത്തി വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കരഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്തായെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു സഹായം ഇല്ലാതായപ്പോഴത്തേക്ക് 14-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ആ കാക്ക വന്ന് ഗേറ്റ് പൂട്ടി. ഗേറ്റ് പൂട്ടുന്നതെന്ന് പറഞ്ഞാൽ 14-ാം തീയതി വൈകിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു. പുറത്തൊക്കെ ഇറങ്ങുന്നപ്പോ എങ്ങനെയാ സാറേ, അവര് 2-3 ആണുങ്ങൾ വന്നായിരുന്നു പൂട്ടിയത്. അന്നേരം മോക്ക് +2 പരീക്ഷ രാവിലെ കൊണ്ടുപോയി ഞാനും എൻ്റെ അനിയത്തിയും മോളും കൂടെ പോയായിരുന്നു. അന്നേരം മോനും അനിയത്തിയുടെ മോളും കൂടെ ഇവിടെ പൊടി മോളും കൂടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഇന്നലെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? അതുവരെ മക്കൾ ഇവിടെ ഇതിനകത്ത് തന്നെയായിരുന്നു? അവർ 2 പേരും ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു സാർ, ആരും അറിയത്തില്ല. ഈ അയൽക്കാർ എറണാകുളത്തേക്ക് പോയിരുന്നു. ഞാൻ പോയെന്ന് പറഞ്ഞാൽ യൂസഫലി സാറിനെ കാണാനായിരുന്നു പോയത്. പിന്നെ ഞാൻ വൈകിട്ട് ഇവിടുത്തെ 6:30 ഷെഡിൽ പോയി, 6:30 അല്ലെ 7 മണിക്കത്തെ ട്രെയിനിൽ പോയി 10:30 മണി മുതൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാനും എൻ്റെ മോനും അനിയത്തിയും കൂടെ അവിടെ ഇരുന്ന്. എന്നിട്ട് നേരം വെളുത്തപ്പോഴത്തേക്ക് 5:30 മണിയായപ്പോഴത്തേക്ക് അവിടെ ആട്ടോക്കാരടുത്ത് ചോദിച്ചു, എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് എനിക്ക് യൂസഫലി സാറിന്റെ മുമ്പിൽ കാണാൻ പറ്റത്തില്ല, വലിയ മനുഷ്യരെ കാണാൻ പറ്റത്തില്ല, നമുക്ക് ഒരിതില്ല, ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ലാതെ കാണാൻ ഒക്കത്തില്ലെന്ന് അറിയാം, എന്നാലും എങ്ങനെയും അവരെ മുമ്പിലൊന്നും എനിക്ക് എത്തിപ്പെടണമെന്നുണ്ടായിരുന്നു. തീർച്ചയായും അതാണ് പറയാനുള്ളത്. എന്തായാലും ഈ തുക 4 മാസത്തെ വാടക 24 നൽകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠൻ നായർ SKM തന്നെയാണ് ഇന്നലെ അത് അറിയിച്ചത്. അത് നമ്മൾ നൽകുക തന്നെ ചെയ്യും. ഉടൻ തന്നെ നമ്പരും മറ്റു കാര്യങ്ങളുമായി അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഈ കുടുംബത്തിന് ആവശ്യം എത്രയും പെട്ടെന്ന് ഈ വീട് ഒന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ട ഇടപെടലാണ് ആവശ്യം. അതിനും എന്തെങ്കിലും തരത്തിലുള്ള വഴിയുണ്ടോ എന്ന് 24-ഉം പരിശ്രമിക്കുന്നുണ്ട്. ഈ കാണുന്നവർ കണ്ണുള്ളവർ കാണട്ടെ. പക്ഷേ ഇതൊരു കൊടും ക്രൂരതയാണ് ഈ കാണിച്ചിരിക്കുന്നത്.
അതിൽ യാതൊരു തർക്കവുമില്ല ഹാഷ്മി. സി എസ് ശ്രീകുമാരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊക്കെയുള്ള ധൈര്യത്തിലല്ലേ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പൂട്ടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ പറയാനുള്ളവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഇനി എത്ര മാസത്തെ വാടകയൊക്കെ ഇത് മനുഷ്യൻ്റെ കാര്യമല്ലേ, വാടകയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, സാമ്പത്തിക പരിസ്ഥിതി ഉണ്ടാകും, വാടക മുടങ്ങും. അതൊക്കെ ലോക ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നതല്ല. അതിൻ്റെ പേരിൽ വാടക ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളൊക്കെ പൂട്ടിയിടുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാൻ ആരുമില്ല എന്ന ധാർഷ്ട്യത്തിൽ ചെയ്യുന്നതല്ലേ ആ വീട് ഓണർ. അപ്പോൾ എന്തായാലും അതിന് താൽക്കാലിക പരിഹാരമാവുന്നുണ്ട്. അവരെ സഹായിക്കണം എന്ന് കൊണ്ടോട്ടിക്കാൻ ഒരുപാട് പ്രേക്ഷകർ അവരുടെ അവസ്ഥയിൽ സങ്കടം അറിയിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ നിൽക്കും, അക്കാര്യം ഉറപ്പുമാണ്.